അന്ന് ഇവിടെ പറഞ്ഞു ഡയസി കയറിയെന്ന് പറഞ്ഞു. സാർ, ഒരു കാലത്തും ഇല്ലാത്ത തരത്തില് വാച്ച്മാൻ വാർഡ് അവരുടെ ബാനറും അതെല്ലാം പിടിച്ച് പഠിച്ചപ്പോഴാണ് പ്രതിഷേധിച്ചാണ് അതിനകത്ത് കയറിയത്. ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങളെ പ്രകോപിപ്പിച്ചത് വാച്ച്മാൻ വാർഡാണ്. ജനാധിപത്യ രീതിയിൽ ഈ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കാത്ത ഏത് പ്രതിപക്ഷമാണ് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിലുള്ളത്? എല്ലാ പ്രതിപക്ഷവും വെല്ലിലിറങ്ങി പ്രതിഷേധിച്ചിട്ടുണ്ട്. വെല്ലിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന്റെ ബാനർ പിടിച്ചു വാങ്ങി ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത്, അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത്. സാർ, ഇത് വളരെ ഗുരുതരമായ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടലോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഭവമാണ്. അതിന് ഗവൺമെന്റിന് പങ്കുണ്ട്. സാർ, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾക്ക് നിയമസഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി നിയമസഭാ നടപടികൾ ബഹിഷ്കരിക്കും. ജനാധിപത്യ അവകാശം LOPക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല സ്പീക്കർക്കുമുണ്ട്. അത് ഫെയറാണോ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യ കൈകാര്യം ശരിയാണോ? അത് ബഹുമാനപ്പെട്ട LOP ആയി പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല, സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായത് പ്യൂർലി അൺഫെയർ ആണ്.